അപ്പം നമ്മളെ ഇങ്ങനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഇപ്പം സീരിയൽ കണ്ടാലും മുട്ട് വരെ തോർത്ത് കൊടുത്ത് ദേഹം മുഴുവൻ ചെളിയുമായിട്ട് ആണല്ലോ അല്ലേ? നിങ്ങൾ മഹാഗുരു സീരിയൽ കണ്ടാലും യുഗപുരുഷ സിനിമ കണ്ടാലും ഒരു ഗതിയില്ലാത്ത തല ഒരു പാളത്തൊപ്പിയും വെച്ച് ഒരു തൂമ്പയും കഴുത്തിൽ വെച്ച് ദേഹം മുഴുവൻ ചെളിയായിട്ട് നടക്കുന്നവരാട്ടോ. അങ്ങനെയൊന്നും അല്ലായിരുന്നു. 35% ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ബാക്കി 65% ഈഴവ തീയ കുടുംബങ്ങൾ, അതിസമ്പന്നർ, വിദ്യാഭ്യാസമുള്ളവർ, ജ്യോത്സ്യന്മാർ, കച്ചവടക്കാർ, എഴുത്തുകാർ, വൈദ്യന്മാർ, നെയ്ത്തുകാർ, അധ്യാപകർ ഉണ്ടായിരുന്നു. നമ്മെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ മുത്തച്ഛി അടക്കമുള്ള ആളുകൾ ചൊല്ലുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. കുടിലിൽ ജനിച്ചൊരു മഹാഗുരുവേ. ആണോ? ഏത് കുടില്? ഞാൻ പങ്കെടുക്കുന്ന പല വേദികളിലും ഈ രാഷ്ട്രീയക്കാരായ MLA-മാർ വന്നിട്ട് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ പരമഹംസ ഗുരു, അയാൾക്ക് നമ്മൾ പറയുന്നതാ, അവർക്ക് അങ്ങനെയൊന്നുമില്ല. ശ്രീനാരായണ ഗുരു വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജനിച്ച് കഷ്ടപ്പാടിനോട് മല്ലിട്ട്. ആണോ? ഏത് കഷ്ടപ്പാട്? ഏത് സാഹചര്യം? അതിസമ്പന്നനായിരുന്നു ഗുരു, അതിസമ്പന്നൻ. ശ്രീനാരായണ പരമഹംസ മഹാഗുരു ജനിക്കുമ്പോ മഹാഗുരുവിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഇന്നത്തെ കണക്കിൽ 100 കോടി വരും. നിങ്ങൾക്കറിയാമോ? ഗുരുവിന്റെ കുടുംബത്തിൽ ഒരു സൈഡിൽ തേങ്ങ ഇട്ട് തീരുമ്പോ മറു സൈഡിൽ തേങ്ങ വിളഞ്ഞു വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ടേ ഒരു സൈഡ് തീരത്തുള്ളൂ. 6 കിലോമീറ്റർ ആയിരുന്നു ഗുരുവിന്റെ കുടുംബത്തിന്റെ തെങ്ങിൻ തോപ്പിന്റെ ആ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഇതൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ചെമ്പഴന്തി പോയി കാണുമ്പോ സാമിതൃപാദങ്ങൾ ജനിച്ചൊരു വീട് കാണുന്നുണ്ടല്ലോ. അതല്ല ഗുരുവിന്റെ വീട്. ഗുരുവിന്റെ അമ്മ ഗുരുവിനെ പ്രസവിക്കുക, ഡെലിവറി ചെയ്യുക എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പ്രോസസ് നടന്ന സ്ഥലമാണത്. സ്വാമികളുടെ യഥാർത്ഥ തറവാടിന്റെ പേര് ഇലഞ്ഞിക്കൽ എന്നാണ്. ഇലഞ്ഞിക്കൽ ആദിപ്രഗൽഭമായൊരു കുടുംബം. നോക്കൂ, സാമിതൃപാദങ്ങളുടെ അച്ഛൻ കൊച്ചുവിളയിൽ മാടനാശാൻ. ഇതേക്കുറിച്ച് നടരാജഗുരു പറയുന്നുണ്ട് കേട്ടോ. നടരാജഗുരു ദ വേർഡ് ഓഫ് ഗുരുവിൽ എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച മഹാഗുരുവിന്റെ അച്ഛൻ മാടനാശാൻ ഒരു ഓലക്കുട ചൂടി, അന്ന് സെറ്റപ്പ് ഉള്ളവരെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഒരു ഓലക്കുട ചൂടി, അതിന് പ്രത്യേകം ടാക്സ് കൊടുക്കണം. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. തലക്കലം, ഏണിക്കരം, മുലക്കരം ഒരു പണിക്കും പോകത്തില്ല. പാവപ്പെട്ടവന്റെ കരം പിരിച്ചങ്ങ് ജീവിച്ചോളൂ. എന്നാലോചിച്ച് നോക്കിക്കേ, സ്ത്രീകളുടെ മാറിന് കരം ലോകത്തേതെങ്കിലും ഒരു നാട്ടിലുണ്ടോ? ലോകത്ത് സമ്മതിക്കേണ്ട ആളുകളാ. അങ്ങനെ കരം പിരിച്ച് പുട്ടടിക്കുന്ന ടീമുകളായിരുന്നു അന്നുണ്ടായിരുന്ന ഈ വലിയൊരു സവർണ മാടമ്പിമാരെ. അപ്പോ മെതികേട് കിട്ടണമെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. സ്വന്തമായി പണം മുടക്കി മെതികേട് കിട്ടി നടക്കണമെങ്കിൽ അന്ന് നമ്പൂതിരിക്കോ അല്ലെങ്കിൽ രാജകുടുംബത്തിനോ ടാക്സ് കൊടുക്കണം. ഇത് പിരിക്കാൻ വേണ്ടി കുറെ പേഷ്കാർമാരും കുറച്ച് ആളുകളുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. തുടർന്ന് നോക്കൂ, അങ്ങനെ ടാക്സ് കൊടുത്ത് മെതികടി കിട്ടുപോകുന്ന ആളായിരുന്നു മഹാഗുരുവിന്റെ അച്ഛൻ മാടനാശാൻ. അതിനെക്കുറിച്ച് നടരാജഗുരു പറയുന്നത്, എല്ലാ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച മഹാഗുരുവിന്റെ പിതാവ് മാടനാശാൻ ഓലക്കുടയും ചൂടി ഒരു കുപ്പായമിട്ട് അതിനു മുകളിൽ ഒത്തിരിയും ചുറ്റി വെള്ളമുണ്ടെടുത്ത് മെതികടിയുമിട്ട് ഹജൂർ കച്ചേരിയിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കുവാൻ പോകുന്നത്. ഇൻകം ടാക്സ് ആകട്ടോ, EMI അല്ല, ലോണിന്റെ EMI അല്ല, ഇൻകം ടാക്സ്, വരുമാന നികുതി അടയ്ക്കുവാൻ പോകുന്നത്. നടരാജഗുരു, ഗുരുവിന്റെ സതീർത്ഥന്മാർ പറഞ്ഞത് അത്ര സമ്പന്ന കുടുംബത്തിലാ ഗുരു ജനിച്ചേ. ഗുരുവിന്റെ അമ്മയുടെ അച്ഛൻ കൊച്ചനാശാൻ. കേരളവർമ്മ വലിയ കോവിത്തമ്പരൻ എഴുതിയൊരു പുസ്തകമുണ്ട്, മൃഗയാസ്മരണകൾ. ഞാൻ ചെമ്പഴന്തിക്കടുത്തും കാട്ടായിക്കോണത്തിനടുത്തുമുള്ള ചെങ്കോട്ടുകോണത്തിനടുത്തുമുള്ള വനപ്രദേശങ്ങളിൽ നായാട്ടിന് പോകുമ്പോൾ ചെമ്പഴന്തിയിലെ ജ്ഞാനവയോവൃദ്ധൻ ഈഴവപ്രമാണി കൊച്ചനാശാൻ എന്നോടൊപ്പം രഥത്തിൽ അനുഗമിക്കുമായിരുന്നു. അത്രയ്ക്കും പ്രഗത്ഭമായ കുടുംബത്തിലെ ഗുരു ജനിച്ച് ചെമ്പഴന്തി മണക്കൽ ക്ഷേത്രത്തിലെ ഉത്സവ അവകാശത്തിന് വേണ്ടി നോക്കൂ, 8 വീട്ടിൽ പിള്ളമാരുമായി നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ അടിയുണ്ടാക്കിയ ഫാമിലി 8 നായർ പ്രമാണിമാരാണ് 8 വീടുകാർ. അവർ കൽക്കുളത്തുണ്ട്, അവർ നാഗർകോവിലുണ്ട്, അവർ ചെമ്പഴന്തിയിലുണ്ട്. ഈ 8 വീട്ടിൽ പിള്ളമാരിൽ 8 വീടാണ് ചെമ്പഴന്തിയിലെ കണ്ണങ്കര ഫാമിലി. ആ കണ്ണങ്കര ഫാമിലിയുമായി ചെമ്പഴന്തി മണക്കൽ ക്ഷേത്രത്തിന്റെ ഉത്സവ അവകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സ്വന്തമായി ആർമി ഉണ്ടായിരുന്ന കുടുംബ ഗുരുവിന്റെ. സ്വന്തമായി ആർമി, സ്വകാര്യ ആർമി. നിങ്ങൾ വേണേ ഗുണ്ടാ സംഘം എന്ന് വിളിച്ചോ കേട്ടോ, തെറ്റൊന്നുമില്ല. ഉണ്ടായിരുന്ന ഫാമിലിയാ ഗുരുവിന്റെ. ആ ഗുരുവിനെ കുറിച്ച് നമ്മുടെ മുത്തച്ഛിമാരെ കൊണ്ട് പാടിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ പുൽക്കുടിലിൽ വന്നവതരിച്ചു. ഏത് പുൽക്കുടില്? ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, ഇതെല്ലാം ഡ്രെയിൻ ആക്കിക്കൊണ്ട് പുതിയൊരു ചരിത്രം എഴുതുക കേട്ടോ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം.